പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഡെപ്യൂട്ടേഷനിൽ വന്നയാളാണ് എന്നാണ്. അതിൽ എത്രമാത്രം ശരിയുണ്ട് സർ? അത് സതീശൻ വെടി പൊട്ടിച്ചു എന്ന് പ്രജിത പറഞ്ഞല്ലോ, അതൊരു ഉണ്ടയില്ലാത്ത വെടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്, അതായത് ഈ സതീശൻ്റെ പാർട്ടിയുടെ പേര് INC എന്നാണ്. ഒരു കാലത്ത് അതിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു. ഇപ്പം അതിൻ്റെ പേര് ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എന്താ പറയുന്നത്, എല്ലാം തികഞ്ഞ കെട്ടിലമ്മ ഇറ്റലിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഡംപ് ചെയ്ത ഒരു ഉൽപ്പന്നമാണ്, ഇറ്റാലിയൻ ഉൽപ്പന്നമാണ്. അവിടെ ഇറ്റലിയിൽ അവർ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്, ബ്രിട്ടനിൽ അവർ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് എന്നൊന്നും നമുക്ക് പുറത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എല്ലാവർക്കും, അത് നമുക്ക് മിണ്ടാതിരിക്കാം. ഈ ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് സതീശൻ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നും ഈ കേരള BJPയുടെ അധ്യക്ഷനാവാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം. എല്ലാവരെയും കയറി പുച്ഛിക്കലാണ് സതീശൻ്റെ പ്രധാന പരിപാടി. സതീശൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കയറി രാഷ്ട്രീയ ഭിക്ഷാംദേഹി എന്ന് വിളിച്ചു. ഭിക്ഷാംദേഹി എന്ന് വിളിച്ചു. ഗവർണർ മാന്യനായത് കാരണം അതിന് മറുപടി പറഞ്ഞില്ല. കാരണം ഇവൻ ഗോട്ടിക്ക കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാ. ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ. ഇവരുടെയൊക്കെ ആശാൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ കേവലം 33 വയസ്സോ 34 വയസ്സോ പ്രായമുള്ള ക്യാബിനറ്റ് മന്ത്രി, സിവിൽ ഏവിയേഷൻ വകുപ്പിൻ്റെ. അദ്ദേഹം അന്ന് രാജിവെച്ചത് എന്തിനാണെന്ന് അറിയില്ലേ? ഇസ്ലാമിക് തീവ്രവാദികളുടെ താളത്തിന് തുള്ളി രാഹുൽ ഗാന്ധി ഈ ഷബാനു കേസ് വിധിയെ കുറിച്ച് അറിയില്ലേ? ജീവനാംശം നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ ആ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്തു രാജീവ് ഗാന്ധി. അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് മന്ത്രിസ്ഥാനവും MP സ്ഥാനവും രാജിവെച്ച് വന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിനെ കയറിയിട്ടാണ് ഈ മണ്ടൻ ഭിക്ഷാംദേഹി എന്ന് വിളിച്ചത്. അത് മാത്രമോ, ഈ സ്ത്രീ എന്നാണ് അവര് ഇന്ത്യൻ പൗരത്വം എടുത്ത് 83-ലോ 84-ലോ മറ്റോ ആണ് കെട്ടിയാനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പൗരത്വം എടുത്തത്. ഇന്നും അവര് നാച്ചുറൽ ഇന്ത്യ ഇതൊന്നും അല്ല. അവർക്ക് എത്രയോ വർഷം അവർ 69-ലോ 70-ലോ വെച്ചാണ് അവരെ കെട്ടിക്കൊണ്ട് വന്ന ഇവിടേക്കും. 70-ൽ അതിനുശേഷം 13 വർഷം 14 വർഷം കഴിഞ്ഞിട്ടാണ് അവര് മെമ്പർഷിപ്പ് എടുത്ത്. അതിനിടയ്ക്ക് അവർ വേണ്ടാത്ത പണി ഒപ്പിച്ചു. ആ മേനകാ ഗാന്ധിനെ അവിടുന്ന് പുറത്തിറക്കി വിട്ടു, ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ നിന്ന്. അവരുടെ ഭർത്താവ് മരിച്ചുല്ലോ വിമാനാപകടത്തിൽ, സഞ്ജയ് ഗാന്ധി. അതിനുശേഷം ഉടനെ തന്നെ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടില്ല. ഇവരാണ് കുന്നായ്മ കാണിച്ച, നുണ പറഞ്ഞു കൊടുത്ത മുഴുവൻ ഇവരാണ്, നാത്തുമ്പോര്. ദെൻ ഇവർക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇറ്റാലിയൻ പൗരത്വം തിരിച്ചു കിട്ടും. ഇറ്റലിയിൽ ജനിച്ചു, അവരിവിടെ വന്ന് അവർ ഇന്ത്യൻ പൗരത്വം, ഇപ്പോഴും അവർ ഇന്ത്യൻ പൗരയായിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല. അവരുടെ പേര് അന്റോണിയോ മെയ്നോ എന്ന് തന്നെയാണ്. അവർക്ക് അവിടെ പോയി വീണ്ടും അന്റോണിയോ മെയ്നോ ആയിട്ട് താമസിക്കുക. അവിടെ ഇറ്റാലിയൻ പൗരത്വം ഫുൾ, അവിടുത്തെ പ്രധാനമന്ത്രി ആവാൻ വേണം. പക്ഷെ ഇറ്റലിക്കാർ പൊതുവെ ഇത്തിരി കോമൺ സെൻസ് ഉള്ള കൂട്ടത്തിലാണ്. ആൾക്കാരെ പറ്റിക്കെങ്കിൽ ഇറ്റലിയിൽ ജനിച്ച ആൾക്കാരെ വിശ്വസിക്കാൻ കൊള്ളാതറിയില്ലേ? അയ്യോ, ഭയങ്കര തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും രാജ്യമല്ലേ ഇറ്റലി എന്ന് പറയണേ. മാഫിയ ഹെഡ് ക്വാർട്ടേഴ്സിന് മുഴുവൻ ഇറ്റലിയിലല്ലേ മാഫിയ തലവന്മാർ വന്നേക്കണേ. ഒമാർട്ട എന്ന് പറയും. OMERTA ആണ് ഒമാർട്ട. സൈലൻസ്. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും. അതുകൊണ്ടാണ് നമ്പർ 10 ജനപഥ റോഡിൽ നടക്കുന്ന രഹസ്യമൊന്നും പുറത്തു വരാത്തത്. ഈ പറയുന്ന സോണിയാഗാന്ധിനെ ഇയാൾ കണ്ടിട്ടുണ്ടോയെന്ന് സംശയം. പബ്ലിക് ഫംഗ്ഷനിലല്ലാതെ ഈ സതീശൻ നേരിട്ട് കണ്ടിട്ടിരിക്കാൻ വഴിയില്ല. കാരണം വീട്ടിലെ ജോലിക്കാരനെ പോലെ കണക്കാക്കിയിട്ടിരിക്കുന്ന അയാൾ. എനിവേ, രാജീവ് ചന്ദ്രശേഖർ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് BTech പാസ്സായി, ഇലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് MTech പാസ്സായി. ഒരു എൻ്റർപ്രനർ ആയിരുന്നു. അദ്ദേഹം ഒരു ഇന്റൽ പെൻറ്റിയം കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായിരുന്നു ജോലി. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പേറ്റൻ്റ് ഉണ്ട്, കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ഒരു ടെക്നോളജി കണ്ടുപിടിച്ചതിൻ്റെ പേറ്റൻ്റ് ഉണ്ട് അദ്ദേഹത്തിന്. അതേസമയം സതീശൻ വെറും പേഷ്യൻ്റാണ്. രാജീവ് ചന്ദ്രശേഖർ പേറ്റൻ്റ് ഉണ്ട്, ഇയാളൊരു പേഷ്യൻ്റാണ്, രോഗി, മാനസിക രോഗി. 100 സീറ്റ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാനസിക രോഗിയാണ്. ഈ രാഷ്ട്രീയമായിട്ട്
ഒരാളെ ആക്രമിക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോഴാണ് വ്യക്തിഹത്യക്ക് നടക്കുന്നത്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിഹത്യയാണ്. ഇപ്പോൾ സോണിയാഗാന്ധി ഇറ്റാലിയൻ ഇത്തരത്തിലൊരു പേഴ്സണൽ ഹരാസ്മെന്റ് ഒന്നും മറ്റ് ആരും നടത്തുന്നില്ല. ബി ജെ പിയിലുള്ളവർ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇതൊന്നും നടത്തുന്നതേ ഇല്ല. ഒരു മാന്യത കാണിക്കേണ്ടതല്ലേ? അത് കാണിക്കുന്ന മാന്യത ഉള്ളവരിൽ നിന്നല്ലേ മാന്യത പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അയാൾ മുഖ്യമന്ത്രിയാക്കാനും വേണ്ടി മിഷൻ 2026 ഉണ്ടാക്കി അയാളുടെ കുറേ കാൻഡിഡേറ്റ്സിനെ കുത്തിക്കയറ്റാൻ നോക്കി. അത് പകുതി നടന്നില്ല. ഇപ്പം 100 സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും 800-ൽ നിന്നും 90, 90-ൽ നിന്ന് 80, 80-ൽ നിന്നും 70. ഇപ്പം ഞാൻ കേട്ടത് ഇപ്പോൾ 70-ൽ നിന്ന് 60 വരെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഉള്ളവർക്കൊക്കെ സീറ്റ് പ്രോമിസ് ചെയ്തിരുന്നത്. പ്രോമിസ് അവർ പലരും എന്താ പറയുക, ശിവകാശിയിലും അവിടെ എവിടെയും പോസ്റ്ററൊക്കെ അടിച്ച് ടൺ കണക്കിന് പോസ്റ്റേഴ്സ് ഇവിടെ ഇറക്കുമതി ചെയ്തപ്പോൾ പറയാണ് അയ്യോ സീറ്റില്ലാട്ടൊന്നും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയുള്ളവരിൽ നിന്ന് സംസ്കാരം പ്രതീക്ഷിക്കാൻ പറ്റുമോ? പിന്നെ അത് മാത്രമല്ല, ഈ സോണിയാഗാന്ധി നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ ക്യാബിനറ്റ് ഉണ്ടാക്കി. മറ്റേ സർദാർജി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്, മൻമോഹൻ സിംഗ് അവരുടെ വീട്ടിലൊരു സെർവൻറ്റ് പോലെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അയാളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ടാക്കി. അതിലെ മെമ്പർ ആരാ? ജീൻ റൈസ് എന്ന് പറഞ്ഞ ഒരു ബെൽജിയം പൗരനാണ്. അയക്കെന്ത് ഇന്ത്യയിൽ എന്ത് കാര്യം അയക്ക്? ഇവിടെ ഇന്ത്യയിൽ വിവരമുള്ള സാമ്പത്തിക വിദഗ്ധന്മാരില്ലേ? അവരുടെ സഖ്യത്തിൽപ്പെട്ട ആളല്ലേ CP ജോൺ, നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന CMP കാരൻ. അയാളെ കൊണ്ടാക്കായിരുന്നല്ലോ. അയാൾ പാവം കേരളത്തിലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ മെമ്പർ. തോറ്റാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അയാൾ തോറ്റാലും അയാൾക്ക് വിഷമമില്ല. കാരണം അയാൾക്ക് മറ്റേ ഇത് കിട്ടും, എന്താ പറയുക, കോൺഗ്രസ് ജയിച്ചാൽ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആവാം എന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ ഇരിക്കുന്നത്. അയാൾ വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. നമ്മുടെ ഐസക്കിനെ പോലെ. ഐസക്കാണല്ലോ കേരളത്തിനെ ലോക സാമ്പത്തിക ശക്തിയിൽ ഒന്നാക്കിയിട്ട് ഉയർത്തിയത്. നമ്മുടെ തോമസ് ഐസക് അല്ലേ, ആലപ്പുഴക്കാരൻ. അപ്പം അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് ഈ സതീശൻ. ഈ രാജീവ് ചന്ദ്രശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയമിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും കൂടി ഉൾപ്പെടുന്ന ഒരു സമിതിയാണ്. അവർ രാജീവ് ചന്ദ്രശേഖരനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് BJPനെ ശക്തിപ്പെടുത്തുക, BJPക്ക് പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ള ഉത്തരവോടുകൂടിയാണ് അദ്ദേഹത്തെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷം BJPക്ക് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ BJPൻ്റെ വക്താവോ അതല്ലെങ്കിൽ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ചാർജ് എടുത്തോടുകൂടി BJPക്ക് ഒരു പുതുജീവൻ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് BJP കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് വരെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളെ തേജോവധം ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവം, അവർക്കൊരു ഡേർട്ടി ഗെയിംസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുത്ത രാഷ്ട്രീയ പ്രതിയോഗികളെക്കുറിച്ച് അവർ വേണ്ടാത്ത കഥകൾ, അശ്ലീല കഥകളും അത് ഇതും ചമച്ചുവിടും, നുണ പറഞ്ഞുണ്ടാക്കും അവർ. പണ്ട് VP സിംഗ് രാജീവ് ഗാന്ധിക്ക് ഒരു ഭീഷണി ഉണ്ടായെന്നറിഞ്ഞ ഉടനെ തന്നെ വന്നപ്പോൾ അവർ VP സിംഗ് അത്ര നല്ല ആളൊന്നുമല്ല, അയാളെക്കുറിച്ച് അയാൾ പോലും അറിയാത്ത കഥകൾ, ഫെയർഫാക്സ് എന്നൊന്നിട്ട് പറഞ്ഞത് കമ്പനിയിൽ അയാൾക്ക് ഫൈനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കിയ ആൾക്കാരാണ് അവർ. LK അദ്വാനിക്കെതിരെ കഥയുണ്ടാക്കിയ ആൾക്കാരാണ്. എന്തോ ജെയിൻ ഹവാല, അതിൽ LK അദ്വാനി പൈസ നേടിയതെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത ആൾക്കാരാണ്. അന്ന് LK അദ്വാനി എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം പാർലമെന്റ് അംഗത്വം രാജിവെച്ചു, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഈ കേസ് എത്രയും വേഗം തീർപ്പാക്കി വിധി ഉണ്ടാകണം, കാരണം എനിക്ക് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള നാടാണിത്. അപ്പം ഇതുപോലുള്ള സതീഷിനെ പോലെയുള്ള പേര് പറയാനായിട്ട് എനിക്ക് വിഷമമുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ പൊസിഷനിൽ നേതാവിൻ്റെ പദവിയിൽ ഇരിക്കുന്നതല്ലേ. ഏത് വിഡ്ഢിക്കും പ്രതിപക്ഷ നേതാവാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, സതീശൻ വല്ല ഒന്നാം തരം ഡെപ്യൂട്ടേഷനിലല്ലേ വന്നിരിക്കുന്നത്? തമിഴ്നാട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഡെപ്യൂട്ടേഷനിലാണ്.
സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിക്കും ഓരോ മുഖ്യമന്ത്രിമാർക്ക് എത്ര ആയുസ് ഉണ്ടെന്ന്, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക്. അതനുസരിച്ചിട്ടാണ്. അപ്പോൾ അവർ so long as they are in the good books of the party president, അല്ല അവരുടെ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഗുഡ് ബുക്സിൽ എത്ര നാളുണ്ട് അത്ര നാളെ ആ പദവിയിൽ തുടരുള്ളൂ. അതിൽ ഇയാളും എക്സെപ്ഷനൊന്നും അല്ല, ഈ സതീശൻ. അപ്പോൾ അതിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് നൽകേണ്ട ആവശ്യമില്ല അയാൾ പറയണത്. കാരണം തോൽക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ എന്ന് മാത്രം കണക്കാക്കിച്ചത് ഉച്ചത്തിലുള്ള അല്ലെങ്കിൽ ആത്മകഥ എന്ന് കണക്കാക്കി.